നമുക്കറിയാം, ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടൊരു ദിവസമാണിത്. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളായ 5 പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടത്. ഒന്നാം പ്രതിയുടെ വധശിക്ഷയും കോടതി റദ്ദാക്കി. നാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല കേസ്. അന്ന് ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്നവരാണ് ഈ കേസിൽ പ്രതികളായി വന്നതും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. അവരെയാണ് ഇന്ന് ഹൈക്കോടതി വെറുതെ വിട്ടത്. ഒന്നാം പ്രതി ജിതകുമാറിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഇതോടൊപ്പം EK സാബു, T അജിത് കുമാർ, TK ഹരിദാസ് എന്നിവരെയും വെറുതെ വിട്ടിട്ടുണ്ട്. ആകെ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് 2018 CBI കോടതി കണ്ടെത്തിയത്. 6 പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചിരുന്നു. ഒരാൾ വിചാരണ വേളയിൽ മരിച്ചു, മറ്റൊരാൾ ശിക്ഷ വിധിക്കപ്പെട്ട ശേഷവും മരിച്ചു. അങ്ങനെയാണ് ബാക്കി 4 പേർ വന്നത്. ഈ 4 പേരുടെ അപ്പീൽ പെറ്റീഷനാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിൽ വലിയ മർദ്ദനമാണ് ഉദയകുമാറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ അത്തരമൊരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് അന്ന് ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തുടയലടക്കം വലിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യമായിരുന്നു. മാത്രമല്ല ഫോറൻസിക്സ് റിപ്പോർട്ടിലും ഈ പോലീസിനെതിരെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വളരെ കൃത്യമായി പോലീസ് നടപ്പാക്കിയ ഒരു ഉരുട്ടിക്കൊല തന്നെയാണ് എന്ന് ബോധ്യമാവുകയായിരുന്നു. ആദ്യം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. പിന്നീടാണ് CBIക്ക് മുന്നിലേക്ക് ഈ കേസ് എത്തുന്നത്. നടപടിക്രമങ്ങളിൽ CBIക്ക് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിടുന്നതിനുള്ള കാരണമായി കോടതി പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. പക്ഷേ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചാൽ മാത്രമേ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും CBIക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കേസിൽ ഏറ്റിരിക്കുന്നത്. ക്യാമറമാൻ ജൈവിനൊപ്പം S രാഗിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പതിറ്റാണ്ടുകാലം കേരളം ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇടിത്തീ പോലെ ഇന്ന് രാവിലെ 10-11 മണിയോടുകൂടി ഈ വിധി വരുന്നത്. എവിടെയാണ് CBIക്ക് പിഴച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുമ്പോൾ പ്രഭാവതി അമ്മ, ഉദയകുമാറിൻ്റെ അമ്മ തത്സമയം ചേരും. വെങ്ങാനൂർ ശിവശങ്കരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ വിഷയം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വെങ്ങാനൂർ ശിവശങ്കരനിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, എവിടെയാണ് CBIക്ക് പിഴച്ചത്? കാരണം പ്രൊസീജിയർ എറർ, നമുക്കിതിൻ്റെ പൂർണ്ണരൂപം വിധിയുടെ അല്പസമയത്തിനകം മാത്രമേ അപ്ലോഡ് ചെയ്യപ്പെടുകയുള്ളൂ ഹൈക്കോടതിയിൽ നിന്ന്. എങ്കിൽ മാത്രമേ ഏതൊക്കെ നിരീക്ഷണങ്ങളിലൂടെ കോടതി കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഈ വാർത്ത വരുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലും തോന്നുന്നു. CBIയെ സംബന്ധിച്ചോളം CBI നടത്തിയ ഗൃഹപാഠം, ഈ കേസിൽ നടത്തിയ ഗൃഹപാഠങ്ങളൊക്കെ പിഴച്ചു പോകുന്ന സാഹചര്യം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇദ്ദേഹം ഒരു കേസ് ഒരു കോടതിയിലെത്തുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് അതിൻ്റെ സാങ്കേതികമായ വശം, 2 അതിൻ്റെ തെളിവിൻ്റെ വശം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൻ്റെ സാങ്കേതിക വശമാണ് കൂടുതൽ പരിശോധിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം ഈ കേസിൽ 2 ചോദ്യങ്ങളുണ്ടായിരുന്നു ട്രയൽ സ്റ്റേജിൽ തന്നെ. അതായത് ഇനിഷ്യൽ ചാർജ് ഷീറ്റ് കൊടുത്ത് ആ കേസ് വിസ്താരം നടക്കുന്നത് ഒരു അഡീഷണൽ സെഷൻസ് കോടതിയിലാണ്. അപ്പോൾ ആ സമയത്ത് സാക്ഷികൾ കൂറുമാറുകയും പ്രോസിക്യൂഷൻ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നൊരു സ്റ്റേജും ഉണ്ടായി. അപ്പോൾ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് തുടരന്വേഷണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. വേറൊരു സംഗതിയുണ്ട്, പുനരന്വേഷണം. പുനരന്വേഷണം എന്ന് പറയുന്നത് ഒരു പുതുതായി ഒരു വിഷയം അന്വേഷിക്കുന്ന ആ സ്വഭാവത്തിലുള്ളതും, തുടരന്വേഷണം എന്ന് പറയുന്നത് നിലവിൽ അന്വേഷിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു കുറ്റപത്രത്തിൻ്റെ തുടർച്ച എന്നോണം അന്വേഷിക്കപ്പെടുന്നതുമാണ്. അപ്പോൾ ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉത്തരവുകൾ തുടരന്വേഷണത്തിനുള്ളതാണ്. അപ്പോൾ CBIക്ക് എന്താണ് ചെയ്യാൻ പറ്റുമായിരുന്നത് എന്ന് ചോദിച്ചാൽ ആ കേസിലെ തുടരന്വേഷണമാണ് നടത്താൻ പറ്റുമായിരുന്നത്. അപ്പോൾ ഇതിലെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പുനരന്വേഷണമാണ് CBI നടത്തിയത്. അപ്പോൾ തുടരന്വേഷണം നടത്തി ഏത് കോടതിയിലാണോ നേരത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ കോടതിയിൽ തന്നെ ഒരു തുടർ കുറ്റപത്രം എന്നുള്ള നിലയിൽ കൊടുക്കേണ്ടതിന് പകരം ഇതൊരു പുനരന്വേഷണം നടത്തി ഒരു പുതിയ കേസ് പോലെയാണ് CBI കുറ്റപത്രം കൊടുക്കുകയും CBI കോടതിയിലേക്ക് കേസുകൾ പോരുകയും ചെയ്തത്. അതൊരു സാങ്കേതിക പ്രശ്നമായിട്ട് തന്നെ നിലവിലുണ്ട്. ഞാൻ ഈ കേസിൽ തെളിവില്ല എന്നോ അല്ലെങ്കിൽ ഈ കേസിലെ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്നോ അല്ല പറയുന്നത്. ഈ 2 വശങ്ങൾ കോടതി സാധാരണ പരിശോധിക്കാറുണ്ട്. ഒന്ന് തെളിവിൻ്റെ വശം, ഒന്ന് സാങ്കേതിക വശം. താഴത്തെ കോടതി 2018 ഉത്തരവ് പാസ്സാക്കിയപ്പോൾ അതിൻ്റെ തെളിവിൻ്റെ വശം പരിശോധിച്ചു. ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ട്. അതിനകത്ത് സാങ്കേതികത്വമല്ല
പൊതുവായ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് എന്നുള്ളത്. വെങ്ങാനൂർ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കൂടി അമ്മയിലേക്ക് കൂടി പോവുകയാണ്. പ്രഭാവതി അമ്മ കേൾക്കാമെങ്കിൽ, അമ്മ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്താണ് അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എന്താണെന്ന് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ എല്ലാ കുറ്റവും അവന് പേരിൽ കുറ്റം ചേർത്തി എല്ലാ കുറ്റവും ഉണ്ടായിരുന്നു. ഇപ്പം കോടതി പറഞ്ഞു അവന് ഏതൊരു കുറ്റവും ഇല്ലയെന്ന്. അത് എന്തുകൊണ്ട് കോടതി അങ്ങനെ പറയാൻ കാര്യം എന്തുകൊണ്ട് കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കേൾക്കണം. കേൾക്കുന്നുണ്ട് അമ്മ, കേൾക്കുന്നുണ്ട് അമ്മ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ അമ്മ. കേൾക്കണം. അപ്പൊ ഈ കോടതിക്ക് ഹൃദയമുണ്ടോ എന്നാണ് ഞാൻ കേൾക്കണത്. ഒരു മകന് വേണ്ടി ഒരു മകന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ ഭർത്താവ് ഉച്ചയൊട്ടി അവൻ കളഞ്ഞിട്ട് പോയിട്ടും 2 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മകനെ ഇട്ടിട്ട് പോയിട്ട് ഞാൻ മകനെ അണച്ചു പിടിച്ചാണ് ഞാൻ ജീവിച്ചത്. ഞാൻ മറ്റൊരുത്തനെ തേടി എൻ്റെ മകനെ കൊണ്ട് ഞാൻ അച്ഛാന്ന് വിളിപ്പിച്ചില്ല. ഞാൻ മറ്റൊരുത്തനെ കൊണ്ട് കൈ നീട്ടിയിട്ടില്ല. എൻ്റെ പിള്ളേർ സംസാരിക്കുന്ന വെളിയിൽ കേൾക്കൂല. 4020 രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. ഈ ആരും റോട്ടിൽ ചാക്ക് അഴിച്ചിട്ടിട്ടില്ല വാരിക്കൊണ്ട് ഇങ്ങനെ വരാനായിട്ട്. ഞാൻ ഒരു കുട്ടിക്കാണ് ജീവിച്ചത്. തിരിച്ച് വീണ്ടും ഈ കുടുംബരോഗി 3-ാം മാസത്തിൽ എൻ്റെ മകൻ അവിടെ വെള്ളത്തിന് ചെന്നപ്പം ആദിവാസിയെ കൊണ്ടുവന്ന് എന്നെയും കൂടെ കൊല്ലാനായിട്ട് എൻ്റെ മുഖം മുഴുക്ക ചുവപ്പ് കൊക്കറ പോലെ തൂങ്ങിക്കിടക്കും. എൻ്റെ കുറുക്കിൽ വിഷം തീണ്ടാനായിട്ട് എൻ്റെ കുറുക്കിൽ ചേര കയറി. അതെല്ലാം അവൻ ചെയ്തവനാണ്. അവൻ കുറ്റക്കാരനല്ല എന്ന് ഒരു കോടതി പറയുന്നത്. എന്തുകൊണ്ട് ഈ കോടതി ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. എനിക്ക് നീതി കിട്ടണം. ഞാൻ പോരാടുക തന്നെ ചെയ്യും. ഞാൻ ഈ കെട്ടിടം വിറ്റെങ്കിലും ഞാൻ പോവുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ഓണം വരുമ്പോഴും എനിക്ക് ഓണവും ചങ്കരാടിയും ആളിപ്പഴപ്പും ഒന്നുമില്ല. ഇല്ലെങ്കിലും ഓരോ മാസം ആണ്ട് വരുമ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും, ഇന്നലെ രാത്രി ഞാൻ കണ്ണടച്ചിട്ടില്ല. എന്തോ നിനക്ക് സംഭവിക്കാൻ പോകണമെന്ന് എൻ്റെ പിറക്കെ ആരോക്കെ വന്നു നിന്ന് പറയാണ്. അതേപോലെ നേരം വെളുത്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. കേരളത്തിന്റെ മനസാക്ഷിക്ക് ഒരിക്കലും നിരക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇന്നുണ്ടായത്.